നമ്മുടെ സംസ്ഥാനത്തെ ദേശീയപാതയുടെ വിഷയം നമുക്കറിയാം. പലയിടങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ദേശീയപാത അതോറിറ്റിക്ക് രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ഘട്ടത്തിൽ കേൾക്കേണ്ടി വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ കേട്ട വിമർശനങ്ങളാണ്. മലയാളിയുടെ സന്തോഷത്തെ എല്ലാം കെടുത്തുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ നടപടിയെന്നാണ് കോടതി അന്ന് രൂക്ഷമായി വിമർശിച്ചത്. അതുമാത്രമല്ല, നിങ്ങളാണല്ലോ ഈ രാജ്യത്തെ റോഡ് പണിയുടെ അവസാന വാക്കെന്ന അഹങ്കാരമായിരുന്നില്ലേ നിങ്ങൾക്കുണ്ടായിരുന്നത്, ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇന്ന് ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. പരിഗണനയിലേക്ക് എത്തുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ന് വിശദീകരണം നൽകേണ്ട ദിവസം കൂടിയാണ്. അതോറിറ്റി ഏത് രീതിയിൽ വിശദീകരണം നൽകും എന്ന് നമുക്ക് ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത എന്ന് പറയുന്നത്. രാജ്യത്ത് ചരിത്രത്തിൽ സംഭവിക്കാത്ത വിധം നമ്മൾ അങ്ങോട്ട് പണം നൽകി 6000 കോടി രൂപ അങ്ങോട്ട് നൽകിയാണ് ഭൂമി ഏറ്റെടുത്ത് നൽകിയത്. അങ്ങനെ കൊണ്ടുവന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള NHAI ആണ് പണിതുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും വലിയ അപാകതകൾ സംഭവിച്ചിരിക്കുന്നു. കോടതി ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് NHAI ഇതിൽ വിശദീകരണം നൽകേണ്ടതുമാണ്. മനു, ഗുഡ് മോർണിംഗ്. ഇന്ന് ദേശീയപാത അധികൃതർ കോടതിയിൽ വിശദീകരണം നൽകേണ്ട ദിവസമാണ്. നേരത്തെ കോടതി കേസ് ഇതുമായി ബന്ധപ്പെട്ട പരിഗണിക്കുന്ന സമയത്ത് ദേശീയപാത അധികൃതരോട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയിക്കാനായിട്ട് വിശദീകരണം തേടിയിരുന്നു. തന്നെയുമല്ല, കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ വിമർശനമൊക്കെ ദേശീയപാത അതോറിറ്റിക്ക് നേരെ ഉണ്ടായിരുന്നു. 10 ദിവസം ദേശീയപാത അധികൃതർ ഈ വിശദീകരണം നൽകുന്നതിനെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി അത് കഴിയില്ല, ഇന്ന് അതായത് വ്യാഴാഴ്ച വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് NHAI അധികൃതർ കോടതിയിൽ നിന്ന് വിശദീകരണം നൽകും. ഇവർ അറിയിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഏതു തരത്തിൽ ഈ അപകടമുണ്ടായി, അതായത് ദേശീയപാത തകർന്നത് എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ, സാങ്കേതികമായി നിർമ്മാണ പിഴവാണോ അല്ലെങ്കിൽ കരാർ കമ്പനിക്കുണ്ടായ വീഴ്ചയാണോ, എന്താണ് പ്രധാനമായും ദേശീയപാതയിൽ വിള്ളൽ വീഴാനും ഇത് തകരാനും ഇടയായ സാഹചര്യം എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ എന്ത് നടപടിയെടുക്കും, എന്ത് പരിഹാര മാർഗ്ഗങ്ങളാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത് എന്ന കാര്യവുമൊക്കെ ദേശീയപാത അധികൃതർ വിശദീകരിക്കേണ്ടി വരും. കാരണം അന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഇത് കോടതി ഈ വിഷയം പ്രതിപാദിച്ച് ദേശീയപാത അധികൃതരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, 2-3 വർഷത്തിലധികമായി ജനങ്ങൾ കാത്തിരുന്നാണ് ഈ ഒരു ദേശീയപാത യാഥാർത്ഥ്യമായി കിട്ടാനായി കാത്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പിഴവുണ്ടാക്കി ഇത്തരത്തിൽ അപകടം കൊണ്ട് പിന്നീട് റോഡ് ഉപയോഗയോഗ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതുകൂടി ജനങ്ങളുടെ ഒരു വികാരം കൂടി കണക്കിലെടുത്താണ് കോടതിക്ക് ഇടപെടേണ്ടി വരുന്നത്, കോടതി ഇങ്ങനെ പറയുന്നതെന്ന് കൂടി അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും വലിയ തകർച്ച പലയിടത്തും, ഒരിടത്തല്ല, ആദ്യമായി ഉണ്ടായത് മലപ്പുറം കുരിയാടാണെങ്കിൽ പിന്നെ തുടർച്ചയായി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തെക്കും വടക്കുമൊക്കെ ഇത്തരത്തിലുള്ള ദേശീയപാതയുടെ തകർച്ചകളുണ്ടായി. വിണ്ട് പൊളിയുന്നു, അതോടൊപ്പം തന്നെ ഇടിഞ്ഞു താഴുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി സാങ്കേതികമായി നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഈ സാന്ദർഭികമായി ഇത് പറയാതെ വയ്യ. പലയിടത്തും ഈ ഭൂമിശാസ്ത്രപരമായുള്ള പ്രത്യേകതകളനുസരിച്ച് നിരവധി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നേരത്തെ ഈ മലപ്പുറം കൂരിയാട് പോലെയുള്ള സ്ഥലങ്ങളിൽ, വയലുള്ള സ്ഥലങ്ങൾ, ചതുപ്പ് നിലങ്ങളുള്ള പ്രദേശങ്ങളിൽ ആഴത്തിൽ പൈലിംഗ് നടത്തി എലിവേറ്റഡ് ഹൈവേ ആണ് പ്രധാന പാത നടത്തേണ്ടത്. ഒപ്പം സർവീസ് റോഡുകൾ താഴെ കൂടി നൽകേണ്ട രീതിയിലുള്ള ക്രമീകരണം നടത്തേണ്ടതിന് പകരം ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായി പലപ്പോഴും ദേശീയപാതയുടെ ഏറ്റെടുത്ത കരാർ കമ്പനികൾ ഇരുവശങ്ങൾ കോൺക്രീറ്റ് കൊണ്ട് കെട്ടിപ്പൊക്കുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് അടുക്കി വെച്ച ശേഷം അതിനിടയിലുള്ള ഭാഗത്ത് മണ്ണ് നിറച്ച് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കോൺക്രീറ്റ് പൈലിംഗ് നടത്തി കോൺക്രീറ്റ് പില്ലറുകൾ സ്ഥാപിച്ച് ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവിനേക്കാൾ കരാറുകാർക്ക് ലാഭം മണ്ണിട്ട് നികത്തി ഇത്തരത്തിൽ പാത നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കരാർ കമ്പനികൾ ആ രീതിയിലേക്ക് പോകുന്നു. അതിന് ദേശീയപാത അതോറിറ്റി അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ കൃത്യമായി തന്നെ പരിശോധന നടത്തിയാൽ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ, എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണം, അടിപ്പാതകൾ നിർമ്മിക്കേണ്ട സ്ഥലത്തും പലയിടത്തും നേരത്തെ ഒന്നും അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ പലയിടത്തും അത്തരത്തിലുള്ള ഒഴിവാക്കി ചെയ്യുന്ന പരിപാടി, അതായത് കരാറുകാർക്ക് വേണ്ടി ദേശീയപാത അധികൃതർ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് വേണം നമുക്ക് സംശയിക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആ നിർമ്മാണം ഏത് ഘട്ടത്തിൽ പോകുന്നു, എത്രത്തോളം അത് ഉറപ്പുള്ളതാണ്, തകരാൻ സാധ്യതയുണ്ടോ എന്ന പരിശോധന നടത്തേണ്ടത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാണ്. പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തിയോഫിൻ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയോടാണ് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അതെന്തുകൊണ്ടാണ്? കാരണം കൃത്യമായിട്ട് നമുക്കറിയാം, ഇത് പണിയുന്നത് ദേശീയപാത അതോറിറ്റിയാണ്.
സംസ്ഥാനത്തിൻ്റെ ചുമതല എന്താണ്? ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നതാണ്. നമ്മളത് കൃത്യമായി ചെയ്തു. അത് കൃത്യമായി ചെയ്തു എന്നത് മാത്രമല്ല, നമ്മൾ 5800 കോടി രൂപ അങ്ങോട്ട് നൽകുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കലിൻ്റെ തുകയുടെ 25%. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ദേശീയപാതയുടെ തകർച്ചയുടെ പേരിൽ സംസ്ഥാന സർക്കാരിനെ പഴിചാരാൻ ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവിടെയാണ് നമ്മൾ പറയേണ്ടത്, കോടതി വിശദീകരണം ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനോടല്ല, ദേശീയപാത അതോറിറ്റിയോടാണ്. അതായത് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്ക് മാത്രമാണ് എന്നത്. മനു, തീർച്ചയായും. അതായത് ദേശീയപാത നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കലും അതിനാവശ്യമായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആ പണത്തിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ 25% വരെയുള്ള സംസ്ഥാന സർക്കാർ വഹിച്ചിട്ട് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അതും വളരെ വേഗത്തിൽ തന്നെ പൊന്നുവില നൽകി ഏറ്റെടുത്ത് നൽകിയിട്ട് പോലും അവിടെ ഒരു നല്ല പാത, അതായത് ഉറപ്പുള്ള സുരക്ഷിതമായ ഒരു പാത നിർമ്മിച്ചു നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്കിവിടെ പറയാൻ. കാരണം കരാർ കമ്പനിക്ക് പിഴവ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി മാറ്റി നിർത്തിയാൽ പോലും ഇവരുടെ വീഴ്ചകൾ ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരുടെ, അവരുടെ എഞ്ചിനീയർമാരുടെ ഒക്കെ വീഴ്ചയാണ്. കാരണം ഇത് സുരക്ഷിതമാണോ എന്ന് തിരിച്ചറിയേണ്ടത് ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ ഘടന അനുസരിച്ച് ഏത് രീതിയിൽ നിർമ്മാണം വേണം, എത്രത്തോളം അത് ഉറപ്പായിരിക്കണം അല്ലെങ്കിൽ ഉറപ്പുള്ളതായിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടതും പരിശോധിച്ചുറപ്പിക്കേണ്ടതും അത് ബോധ്യപ്പെടേണ്ടതുമൊക്കെ ദേശീയപാത അതോറിറ്റി അധികൃതരാണ്. അതുണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കാണേണ്ടി വരും. കാരണം മനു, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ തെക്ക് വടക്ക് ദേശീയപാതയിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നതാണ് കോൺക്രീറ്റ്, ചെറിയ ചെറിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പോലും അടുക്കി വെച്ച്. ഇപ്പോൾ ഈ കൂരിയാടുണ്ടായ സ്ഥലത്തെ, അപകടമുണ്ടായ സ്ഥലത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചാൽ അറിയാം, നമുക്കധികം ചിലയിടങ്ങളിൽ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ കുറച്ചുകൂടി ഉറപ്പുണ്ടായേക്കാം. പക്ഷേ ഇത്തരത്തിൽ ചെറിയ കോൺക്രീറ്റ് കട്ടകൾ, ഒരുപക്ഷേ നമ്മളൊരു വീട് നിർമ്മിക്കുന്നതിന്, കെട്ടിടം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന കട്ടയുടെ വലിപ്പം മാത്രമുള്ള ചില കോൺക്രീറ്റ് കട്ടകൾ, ഈ കട്ടകൾ തമ്മിൽ ചെറിയ ഇൻ്റർലോക്ക് സംവിധാനം മാത്രം, അതും കട്ടയുടെ ഒരു വശത്ത് മാത്രമാണ് എടുത്തു പറയേണ്ടി വരും. അത്തരത്തിലുള്ള കട്ടകൾ ഉപയോഗിച്ച് പലയിടത്തും, അതായത് ചില റീച്ചുകളിൽ ചില കരാർ കമ്പനികൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കട്ടകൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിലാണ് ഒരു പക്ഷേ കൂടുതലായി ഈ മണ്ണ് വശങ്ങളിലേക്ക് തള്ളിപ്പോകുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വ്യാപകമായി തന്നെ ദേശീയപാത നിർമ്മാണത്തിൽ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള പല കമ്പനികൾക്കും ഇത്തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ചെലവ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് റോഡുകൾ നിർമ്മിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന സംവിധാനമല്ല നമ്മുടേത്. വളരെ കൃത്യമായി തന്നെ നമ്മൾ അതിൽ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അതിൽ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഏതായാലും കാത്തിരിക്കുന്നത് ഇന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ എന്തു പറയും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാത്തിരിക്കാം. ഇന്ന് എന്തായാലും വിശദീകരണം നൽകിയേ പറ്റുകയുള്ളൂ. കോടതി ആ നിലപാടാണ് ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ ദേശീയപാതയുടെ തകർച്ച കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടിയാകുന്നത്. കാരണം കോടതി വിശദീകരണം ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനോടല്ല. കാരണം കോടതിക്ക് കൃത്യമായിട്ട് അറിയാം, ഇത് പണിയുന്നത് സംസ്ഥാന സർക്കാരല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നതാണ്. പിന്നീടുള്ള എല്ലാ നടപടികളുടെയും ഉത്തരവാദിത്വം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള NHAI, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് തന്നെയാണെന്ന്. അപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ദേശീയപാതയുടെ ക്രെഡിറ്റ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ വന്നതെന്ന്. ഉത്തരം വളരെ വ്യക്തമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓഫീസും പൂട്ടിപ്പോയ ദേശീയപാത അതോറിറ്റിയെ കേരളത്തിൽ തിരികെ കൊണ്ടുവന്ന് അവർക്ക് അങ്ങോട്ട് പണം നൽകി ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പാത പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ ഒരു വലിയ പങ്കെടുക്കാനുള്ള എല്ലാ അവകാശവും ഈ പറയുന്ന LDF സർക്കാരിനുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. ഇനി പ്രതിപക്ഷം പറയുന്നത് പോലെയാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ഭരണത്തിൻ്റെ കാലത്ത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കേരളത്തിലെ UDF സർക്കാരിന് കഴിഞ്ഞില്ല? UDF ഭരിക്കുന്ന സമയത്ത് 2011-14 കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരായിരുന്നല്ലോ കേന്ദ്രം ഭരിച്ചിരുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ പ്രധാനമന്ത്രി. അതായത് അവരുടെ സർക്കാർ തന്നെ. എന്തുകൊണ്ടാണ് അവരുടെ സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിലും ഇരുന്നിട്ട് ഇങ്ങനൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് കഴിയാതെ പോയത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം തന്നെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇന്ന് ദേശീയപാതയുടെ വിഷയം പരിഗണിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാൽ അധ്യക്ഷനായ കമ്മിറ്റി പോലും വിശദീകരണം ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തോടും നാഷണൽ ഹൈവേ അതോറിറ്റിയോടുമാണ്. അതേ വേണുഗോപാലിന്റെ പാർട്ടിക്കാരാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. അതായത് രാഷ്ട്രീയം മാത്രമാണിതിൽ കോൺഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ പുരോഗതിക്ക് വേണ്ട ഒരു എലമെന്റും അവർ അതിൽ കാണുന്നില്ല എന്നതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്.